ഹായ് ഫ്രണ്ട്സ്, അപ്പം ജൂപ്പിറ്ററിൻ്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ചെയ്തിട്ട് ഏകദേശം കുറച്ച് നാളായി, ഏകദേശം 3 ആഴ്ചകളായി വീഡിയോ ചെയ്തിട്ട്. എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞുതരാം, എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തില്ല എന്നുള്ളത്. അപ്പം കമൻറ്റുകളെല്ലാം പഴയതുപോലെയൊക്കെ തന്നെ വരുന്നുണ്ടായിരുന്നു. എല്ലാവരും ചോദിക്കുന്ന വണ്ടി കൊള്ളാമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങളത് വിലയിരുത്താതെ ഞാൻ എല്ലാ എൻ്റെ ഈ അക്കൗണ്ടിനകത്ത് ഇട്ടിട്ടുണ്ട് വീഡിയോസ്. അതായത് വണ്ടിയുടെ കാര്യങ്ങളെല്ലാം പറയുന്ന വീഡിയോസ് ഏകദേശം എല്ലാം ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പിടികിട്ടും. കമൻറ്റിന് ഞാൻ പറ്റുന്ന അത്ര മാക്സിമം ഞാൻ റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. പിന്നെ വണ്ടി ഏകദേശം എടുത്തിട്ട് 2 മാസം കഴിഞ്ഞു. വണ്ടി ഞാൻ പ്രത്യേകിച്ച് മാറ്റങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും പറയുന്നില്ല, അതുപോലെ തന്നെയാണ്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം ഏകദേശം കുറച്ച് മാറ്റമുണ്ട് കേട്ടോ, അത് സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് ഇച്ചിരി ലാഗുണ്ടെന്ന് ആക്സിലേഷൻ കൊടുക്കുമ്പോൾ, അത് മാറിയിട്ടുണ്ട് കേട്ടോ. അതിപ്പം ഏകദേശം ഒരു നല്ലൊരു സ്മൂത്ത് ആയിട്ടുണ്ട്. കയറ്റമൊക്കെ 2 പേര് വെച്ച് കയറുമ്പോഴൊക്കെ അടിപൊളിയായിട്ട് കയറി പോകുന്നുണ്ട്. പിന്നെ വൈബ്രേഷൻ, ഈ പുള്ളിങ് ഇച്ചിരി കൂടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു വൈബ്രേഷൻ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് കേട്ടോ. മറ്റത് ഈ പുള്ളിങ് ത്രോട്ടിൽ കൊടുക്കാൻ നേരത്ത് വണ്ടിക്കൊരു ചെറിയൊരു പമ്മൽ ഒരു പാട് കണക്കുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നല്ലൊരു വൈബ്രേഷൻ വരുന്നുണ്ടായിരുന്നു. ഇപ്പം ആ വൈബ്രേഷൻ മൊത്തം പോയെന്നല്ല, കുറവുണ്ട്, സംഭവം നല്ല മാറ്റമുണ്ട്. ആ പോയ വണ്ടിയെ ടി വി എസിൻ്റെ എൻഡോർക്കാണ് സംഭവം. അതിൻ്റെ സൗണ്ട് കേട്ടായിരുന്നു എങ്ങനെയുണ്ടെന്നുള്ളത്. പോയി എന്ന് പറഞ്ഞാൽ അത് എൻജിൻ പണിയാണ്, അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. എങ്ങും കിടന്ന് സ്റ്റാൻഡോ കാര്യങ്ങളോ പാഴ്സ് കിടന്ന് അടിക്കണമല്ല, അത് പിസ്റ്റൻ അടിക്കുന്ന സൗണ്ടാണ് മെയിൻ സംഭവം എന്നറിയാം. എന്നാൽ സർവീസിൻ്റെ പ്രശ്നമുണ്ട്. അത് മാത്രമല്ലാതെ ഈ വണ്ടിയുടെ മോഡൽ കണ്ട് എടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ പ്രോപ്പർ സർവീസ് എന്തെന്നുള്ള കാര്യം കറക്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. ഈ ടി വി എസ് എൻഡോർക്ക് എന്ന് പറഞ്ഞ വണ്ടിക്ക് അത്യാവശ്യം 2500 ആകുമ്പോൾ തന്നെ ഓയിൽ ഏകദേശം പകുതിയോളാവും. അത് കറക്റ്റ് സർവീസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ വണ്ടി പിസ്റ്റം പിടിക്കും. ജസ്റ്റ് സൗണ്ട് വ്യത്യാസം തന്നെ കാണുമ്പോൾ നിങ്ങളത് ഓയിൽ ഒഴിക്കുകയെങ്കിലും ചെയ്യില്ലെന്നുണ്ടെങ്കിൽ വണ്ടി എൻജിൻ പണിയാവും. പിന്നെ വണ്ടി കൊള്ളത്തില്ല, വണ്ടി തേങ്ങയാണ് മാങ്ങയാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. പ്രോപ്പർ സർവീസ് ചെയ്യുക. അത് ഷോറൂമുകാരൊക്കെ, ചില ഷോറൂമുകാരിൽ നിന്നൊക്കെ ആൾക്കാർ വിളിക്കും, അതായത് അവിടെ നിന്ന് കസ്റ്റമർ കയറി നിന്ന് ആൾക്കാർ വിളിക്കും, നിങ്ങളെ വണ്ടിക്ക് സർവീസ് ആയിട്ടുണ്ട്, സമയമാകുമ്പോഴാണ് വിളിക്കുന്നത്. കിലോമീറ്റർ ആയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്യാൻ പറയും. ടി വി എസിൽ നിന്നൊക്കെ എനിക്ക് വിളിച്ചൊന്നുമില്ല. അതൊക്കെ ഷോറൂമിൽ നിന്ന് ആര് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ബോധ്യം വരത്തുള്ളൂ. സാധാരണക്കാരൊക്കെ ഒന്നും അറിയത്തില്ല ഈ സർവീസും കാര്യങ്ങളും. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഈ 3 സർവീസ് ഫ്രീ സർവീസ്, ഏത് വണ്ടിയുടെ 3 സർവീസ് ഫ്രീ സർവീസ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സർവീസ് ചെയ്യാറുണ്ടെന്ന്. 3 സർവീസ് ഫ്രീ സർവീസ് കഴിഞ്ഞല്ലേ, അത് ലേബർ ചാർജിൻ്റെ കാര്യം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇനി പൈസ കൊടുത്ത് ചെയ്യണ്ടല്ലേ, അതെന്താണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ സർവീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും അതിൻ്റെ ഓയിലെങ്കിലും പ്രോപ്പർ മാറണം. അപ്പോൾ അത് 3-ാമത്തേന് ഒഴിച്ചല്ലോ, അത് കുഴപ്പമില്ല, അത് കിടന്ന് ഓടില്ലേ. സത്യം അറിയത്തില്ലേ ചില ആൾക്കാരൊക്കെ ഈ ഓയിൽ ഒഴിക്കുന്നതും വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങൾ ഒന്നും അറിയത്തില്ല. അത് അങ്ങനെ അറിഞ്ഞാതെയാണ് ഈ വണ്ടി എടുത്തിട്ട് ഈ പറഞ്ഞൊക്കെ ചന്ന പിന്നെ കൊണ്ട് കിടക്കുന്നത്. അതൊക്കെ കമ്പനിയുടെ അല്ല, ഈ ഷോറൂമുകാരെ മിസ്റ്റേക്കാണത്. അതൊക്കെ മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ നാട്ടുകാരെ ബുദ്ധിമുട്ടൊക്കെ ഒരുവിധം മാറിക്കിട്ടും, അതായത് കൊണ്ടു കിടക്കണവരെ. പിന്നെ വീഡിയോയിൽ പ്രത്യേകിച്ച് പിന്നെ വന്ന വണ്ടി എന്തോർക്ക്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും വണ്ടിയെക്കുറിച്ച് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് വീഡിയോസിൽ, ഞാൻ ഇട്ട വീഡിയോസിലൊക്കെ എല്ലാം മാക്സിമം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് സംഭവം എന്നുള്ളതൊക്കെ. ഇനിയപ്പോൾ തുടർന്ന് എന്തെങ്കിലും പറയാണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ പലതും ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ വീഡിയോസ് ഇടാൻ മെയിൻ കാര്യം, വീഡിയോസ് കുറച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സമയമെടുത്തത്. എൻ്റെ വീഡിയോസിന് അത്യാവശ്യം വ്യൂവേഴ്സൊക്കെ ഉണ്ട്, ഏകദേശം 22-25 ഒക്കെ ഉള്ള വ്യൂവേഴ്സൊക്കെ ഉണ്ട്, ഒരുപാട് പേരുണ്ട്, ഒരുപാട് വീഡിയോസ് ഉണ്ട്. പക്ഷേ ആ വീഡിയോ കണ്ടതിൽ ഒരു 100% പേര് പോലും എൻ്റെ വീഡിയോസ് ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഫേമസ് ആവാനോ റീച്ച് ആവാനോ ഒന്നിനുമല്ല ചെയ്തത്, ഈ കാണുന്നവർക്കൊക്കെ ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാർ ഈ ജൂപ്പിറ്ററൊക്കെ എടുക്കാൻ നിൽക്കുന്നവരും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ആയിരിക്കും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടുള്ളത്. പക്ഷേ അവരിൽ ഒരാൾ പോലും ഇത് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടില്ല, അത് ലൈക്ക് ചെയ്യാൻ പോലും ശ്രമിച്ചില്ല. കണ്ടിട്ടുണ്ട് വീഡിയോസ്, ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, അവരാവശ്യങ്ങൾ ചോദിച്ച് കമൻറ്റും ഇട്ടിട്ടുണ്ട് എന്തൊക്കെയാണ്, ഞാൻ അതിനൊക്കെ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് തിരിച്ച് ഒരു സന്തോഷം വേണമല്ലോ, നമുക്കൊരു എന്താ പറയുക, നമുക്ക് പിന്നെയും ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയൊരു സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ അത് ഇല്ലാത്തൊരു തോന്നൽ വന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കുറച്ചത്.
നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ട്. സത്യം പറഞ്ഞാൽ അറിയാമല്ലോ, എനിക്ക് വീഡിയോ ചെയ്യുന്ന സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങളതിന് ഒരു നെഗറ്റീവായിട്ടാണ് നിങ്ങൾ എനിക്ക് തിരിച്ച് കാണുന്നത്. അതെനിക്കൊരു വിഷമം. വ്യൂവേഴ്സ് വന്നിട്ട് ഈ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാതായപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങ് വിഷമമായിപ്പോയി. അതാണ് ഞാൻ ഏറെക്കുറെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ചില ആൾക്കാർ ചോദിച്ചായിരുന്നു ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ ഗ്യാസ് കുറ്റി വയ്ക്കാൻ പറ്റുമെന്ന്. ഗ്യാസ് കുറ്റി വയ്ക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പലരും വലിയ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇനി നോർത്ത് ഇന്ത്യക്കാരന്മാരാണ് കൂടുതലും. നോർത്ത് ഇന്ത്യയും തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണ് ഈ ഗ്യാസ് കുറ്റി വയ്ക്കുന്ന വീഡിയോസ് ചെയ്യുന്നത്. മലയാളീസൊന്നും അങ്ങനെ കണ്ടതായിട്ട് പറയുന്നേ കേട്ടിട്ടുണ്ട്, കാണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അവരൊക്കെ ഇതിനകത്ത് എടുത്ത് ഞെരുക്കി കയറ്റിയൊക്കെ വയ്ക്കണേ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ സാധനം ഉണ്ടല്ലോ, ഈ ഫുഡ് ഡ്രസ്സ്, ഈ ചവിട്ടാൻ വേണ്ട സ്ഥലം, ഇത് സാധനം വയ്ക്കാൻ വേണ്ടിയുള്ളതല്ല. സത്യത്തിൽ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് കാല് വയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ഈ ആവശ്യമില്ല ഈ ഒരു ഓവർ വെയിറ്റൊക്കെ ഇതിനകത്ത് ഫ്രണ്ട് കയറ്റി വെച്ച് കൊടുത്താണല്ലോ, ഇതിൻ്റെ ആകെ എത്രയാണ്ട് ചെറിയൊരു കനമുള്ളൊരു സ്റ്റമ്പാണ് ഇതിനകത്തുള്ളത്. അത് സത്യമായി ഡാമേജ് ആയിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റമ്പ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അതിന് എത്ര റിപ്പയർ ചെയ്താലും അത് നേരെ ചൊവ്വയൊന്നും ആവത്തൊന്നുമില്ല. പിന്നെ കോണും പാളും. കോൺസെറ്റ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഈ എന്താ പറയുക, അതിൻ്റെ ബെയറിംഗ് ഉണ്ടല്ലോ, ബെയറിങ് പൊടിഞ്ഞ് ആ ഒരു റിങ്ങിൻ്റെ സ്ഥലം ഓവൽ കണക്കാവും. പിന്നെ നിങ്ങൾ പുതിയ കോണും പാളും ഇട്ട് കഴിഞ്ഞാൽ പോലും അത് നേരെ ചൊവ്വ ഇരിക്കത്തില്ല. അത് വീണ്ടും അത് കിടുകിടാന്നുള്ള അടിയും വളയ്ക്കാൻ നേരത്തെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോകുന്നൊരു പ്രശ്നവും ആയിരിക്കും. അത് എന്താണ്, നിങ്ങൾ വെയിറ്റൊക്കെ വയ്ക്കുക, ഒരു 10-20 കിലോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വയ്ക്കാൻ കുഴപ്പമില്ല. പക്ഷേ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് 2-3 പാക്കറ്റ് സിമൻ്റൊക്കെ എടുത്ത് ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് പോകുന്നത്. അത് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ചിരിയും വരും. എന്നിട്ട് വണ്ടി വല്ലതും കംപ്ലൈൻ്റ് ആയതിനു ശേഷം പിന്നെ പറയും, എന്നിട്ട് വണ്ടി കംപ്ലൈൻ്റ് ആയെന്ന് പറയാം, വണ്ടി വളയ്ക്കാൻ പറ്റുന്നില്ല, വണ്ടി ഒരു സൈഡിലോട്ട് ഒഴിഞ്ഞു പോകുന്നു, വണ്ടി കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കമ്പനി ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഒരുപാട് ലോഡ് വാരി കയറ്റി വയ്ക്കുക എന്നുള്ള ഒന്നും അങ്ങനെയൊന്നും കമ്പനി പറയുന്നില്ല. ഒരു 10-20 കിലോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വയ്ക്കാം അവിടെ, ഒരു കുഴപ്പമില്ല. 10-20 കിലോ ഒക്കെ മാന്യമായിട്ട് അവിടെ ഇരുന്നോളും. നിങ്ങൾ ഈ 50-100 കിലോ ഒക്കെ എടുത്ത് ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ താണ്ട ഇതങ്ങ് കൊണ്ടങ്ങ് താരും. ഈ കോൺസെപ്റ്റും പിന്നെ നിങ്ങൾ ഈ ഫ്രണ്ടൊക്കെ കുത്തി പിടിക്കുന്നത് ഇതിലെ വില്ല് കണക്ക് വളയും വണ്ടി കൊണ്ട്. അപ്പം അതൊക്കെ ഇപ്പം പറയാം, ഇങ്ങനെയൊക്കെയുള്ള വണ്ടി മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള യൂസിനൊക്കെയാണെന്ന്. ഓക്കെ, ചെയ്യുന്നവർ ചെയ്തോട്ടെ, ഞാൻ ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ സർവീസ് ചെയ്യാൻ പോകുമ്പോണ്ടല്ലോ, ഈ ഫ്രണ്ടൊക്കെ ഏകദേശം പണിഞ്ഞിറങ്ങി തന്നെ 10-15,000 രൂപ ഈ ഫ്രണ്ട് സ്റ്റാമ്പ് മാത്രം. 2 സ്റ്റാമ്പ്, ബാക്കിയുള്ള കാര്യങ്ങൾ. ഇനി ചേസ് വെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാറണേന്. അപ്പോഴും നമ്മൾ വിചാരിക്കും അയ്യോ ചെയ്യേണ്ടായിരുന്നു, അതിൻ്റെ ആവശ്യമില്ലായിരുന്നെന്ന്. നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഗ്യാസ് കുറ്റി വേണമെങ്കിലും വയ്ക്കാം. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ ബാക്ക് ക്യാരി ഇവിടെ വെച്ച് കെട്ടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷുവറായിട്ട് കൊണ്ടുപോകും, ഒരു കുഴപ്പമില്ല. ഇവിടെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് വെച്ച് കെട്ടിക്കൊണ്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി. സാറേ ഇപ്പോൾ 2 ചാക്ക് സിമൻറ്റ് വേണമെങ്കിൽ ഇതിൻ്റെ ഫ്രേക്കിലെടുത്ത് വെച്ചുകൊണ്ട് പോയിക്കോ, ഒരു കുഴപ്പമില്ല. ഈ ഫ്രണ്ടിൽ വെച്ചിട്ട് കട്ടറിലൊക്കെ ചാടിക്കുന്ന വേലത്തരം കാണിച്ചു കഴിഞ്ഞാൽ വണ്ടി നാശമായി പോകും. നമുക്ക് ഈ കോൺസെപ്റ്റായി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാണ്ടല്ലോ, ഈ ആജീവനാന്തരം ആ വണ്ടി കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒട്ടും ഇഷ്ടം തോന്നത്തില്ല. വണ്ടി എങ്കിലും ആരെങ്കിലുമൊക്കെ വേറെ നമ്മളെല്ലാം ഒരു പരുവത്തിൽ ഓടിച്ചുകൊണ്ട് വേറെ ആരെങ്കിലുമൊക്കെ എടുത്ത് ഓടിച്ചിട്ട് അവർ തന്നെ വയ്ക്കും, ഇത് എന്തോന്ന് വണ്ടിയുടെ നീ ഇതെങ്ങനെ കൊണ്ടു കിടക്കുമെന്ന് വയ്ക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി ഞാൻ അത്യാവശ്യം നല്ല ക്ലീൻ നീറ്റായിട്ടാണ് കൊണ്ടു കിടക്കുന്നത്. അത് എൻ്റെ ഒരിതാണ് ഞാൻ പറഞ്ഞത്. ഈ ഫ്രണ്ടിൽ ലോഡ് വയ്ക്കുന്നതിനെക്കുറിച്ചും നിങ്ങൾക്ക് വയ്ക്കാം, നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ സ്കൂട്ടറിലൊക്കെയാണ് വലിയ ട്രെയിലർ കണക്കത്തെ സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ട് ലോഡ് വലിച്ചുകൊണ്ട് കിടക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള യൂസിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ ഉള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഉള്ള വണ്ടിയെ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഇത് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇത് കുറച്ചുകൂടെ ഒരു ഫാൻസി എന്നൊക്കെ പറയാമല്ലോ, അങ്ങനെ ഒരു വണ്ടിയാണ്. ഒരു ഫാൻസി ആയിട്ടൊക്കെ നമുക്കൊരു എന്താ പറയുക, ഒരു കളിപ്പാട്ടത്തിലൊക്കെ ഉള്ള കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡ് മറ്റേ വണ്ടി എഴുതാൻ നേരത്ത് വെള്ളം ഇറങ്ങുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അത് ഞാൻ ഒന്നുകൂടെ കാണിച്ചിടാമേ. ഇതിനകത്ത് മൊത്തം പൊടിയുണ്ട്. ഇതാ വണ്ടി വച്ചിരുന്നപ്പോൾ ഇറങ്ങിയതാണ്, ഇതിനകത്തൊന്നും വച്ചതൊന്നുമല്ല. ഇത് സംഭവം ഞാൻ പറയും, തേങ്ങ പൊതിക്കാൻ നേരത്ത് ഈ സംഭവം ഇത് വരുമല്ലോ, തേങ്ങ അല്ല കോക്കോ പറ്റാനൊക്കെ ഒരു സാധനം വരുമല്ലോ, അത് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഇവിടെ നിന്ന് തേങ്ങ പൊതിച്ചത്. അതായത് അടച്ചിട്ടേക്കായിരുന്നു. അത് ഈ ഗ്യാപ്പിൽ കൂടെ കയറിപ്പോയതാണ് ആ സംഭവം. അത് ഇനി ഈ സാധനം പിടിച്ച് വെച്ചേക്കണോണ്ടാണോന്നും അറിയത്തില്ല, ഈ പിടി വെച്ചേക്കണോണ്ട്. അത് പക്ഷേ ഈ ആവശ്യമുണ്ട്, കാരണം സൈഡ് ചരിഞ്ഞ് എൻ്റെ അമ്മയൊക്കെ സൈഡ് ചരിഞ്ഞാണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് മാറ്റാത്തത്. പിന്നെ എന്താ പറയുക, വണ്ടി കുഴപ്പമൊന്നുമില്ലാതെ തന്നെ ഓടുന്നുണ്ട്, വേറെ ബുദ്ധിമുട്ടൊന്നും കാണിക്കുന്നില്ല. ആൾക്കാരൊക്കെ കാണുമ്പോഴും ഒക്കെ ഇപ്പോഴും നല്ലോണം തന്നെ ചോദിക്കുന്നുണ്ട്, ആ കൊള്ളാമല്ലോ വണ്ടി, നല്ല രസമുണ്ട് കാണാൻ തന്നെ ഇപ്പോഴും പറയുന്നത്. ഓടിക്കാനും അതുപോലെ തന്നെ വണ്ടി നല്ല സ്മൂത്ത് തന്നെയാണ്, നന്നായിട്ട് കൊണ്ടുനടക്കാം. ഒരു
വലിയ അടിച്ചു പൊളിച്ച് ഭയങ്കര റാഷായിട്ട് ഡ്രൈവ് ചെയ്യുന്ന, സഡൻ ആക്സിലേഷൻ കൊടുക്കുന്ന, ഒത്തിരി ഒരു വണ്ടി എതിരെ വരുമ്പം എനിക്ക് മൂപ്പിച്ച് ഓവർടേക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരിതാണെന്നുണ്ടെങ്കിൽ എടുക്കരുത്. ഒരു എന്താ പറയുക, നമുക്കിപ്പോൾ കാണാൻ ലുക്കുള്ള സാധനങ്ങൾ നമുക്കിഷ്ടം തോന്നുമല്ലോ, എന്നാൽ അത് അത്യാവശ്യം നമുക്ക് ഒതുങ്ങി നിൽക്കുകയും ചെയ്യും. അങ്ങനെയുള്ള രീതിക്ക് മാത്രമേ ഈ വണ്ടി നോക്കാൻ പാടുള്ളൂ. അങ്ങനെ നോക്കുന്നവർക്ക്, ഫാമിലി ആയിട്ടൊക്കെ ഉള്ളവർക്ക് അടിപൊളിയാണ്, സൂപ്പറായിട്ട് കൊണ്ടിടക്കാം. പിന്നെ ഇതുവരെ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പറഞ്ഞ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെയാണ്. അത് ഏകദേശം മാറി വരുന്നുണ്ട്. വണ്ടി ഓട്ടത്തിലാണെന്ന് തോന്നുന്നു. ഓടി വന്നപ്പം എഞ്ചിനൊക്കെ സെറ്റായി വന്നപ്പോൾ ഏകദേശം പുള്ളിങ്ങൊക്കെ മാറി വരുന്നുണ്ട്. നല്ല സഡൻ പിക്കപ്പൊക്കെ അത്യാവശ്യം നല്ലോണം കിട്ടുന്നുണ്ട്. പണ്ടത്തേന്ന് അപേക്ഷിച്ച് ഇപ്പോൾ നല്ല മെച്ചമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫ്രണ്ടിലത്തെ വൈബ്രേഷനും നല്ലൊരു മാറ്റമുണ്ട്. പിന്നെ വേറെ എനിക്ക് പറയത്തക്ക ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല കേട്ടോ. ഏകദേശം 1300 കിലോമീറ്ററൊക്കെ ആയുള്ളൂ. അതുവരെ ഓടിയിട്ട് മറ്റേ പറഞ്ഞ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യമേ ഉണ്ടായിരുന്നതാണ്. അതായത് എടുത്തപ്പോഴേ ഉണ്ടായിരുന്നു ചെറിയൊരു വൈബ്രേഷനും പുള്ളിങ്ങിൻ്റെ പ്രശ്നവും. അത് മാറി വരുന്നുണ്ട്. ബാക്കി പിന്നെ എടുത്ത് പറയാൻ വേണ്ടി എനിക്കൊരു കംപ്ലൈൻറ്റ് ഇതുവരെ കണ്ടിട്ടുമില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പം ഞാൻ ഓക്കെയുടെ വണ്ടിയിൽ. ഇനിയിപ്പം മുന്നിലെ ഓടി പോകുമ്പോൾ, അതായത് ആ 10,000-10,000 കിലോമീറ്റർ കഴിയുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമോ എന്നുള്ള കാര്യം ഇനി നോക്കണം. അങ്ങനെ എന്തായാലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്ത് പറയും. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന എനിക്കെങ്കിലും ഒരു സന്തോഷമാവുക. അതുകൊണ്ടാണ് സത്യം. നമുക്ക് ഇങ്ങനെയൊക്കെ ഈ ഒറ്റയ്ക്ക് വന്നിരുന്ന് ഈ ക്യാമറ മൊബൈലും പുകുത്തി പിടിച്ച് ഇങ്ങനെ കറക്കിയൊക്കെ വീഡിയോ ചെയ്യുമ്പോഴേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിൽ നിന്ന് വലിയ ഡോളേഴ്സ് കിട്ടുന്ന പ്രതീക്ഷയൊന്നുമല്ല. ആൾക്കാരെ കാണുക, നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് പുതിയ അടുത്ത വീഡിയോസിലൊക്കെ ഈ ജൂപ്പിറ്ററുമായിട്ട് കാണാം. അപ്പോൾ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പം അടുത്ത വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം. ബൈ.